അച്ഛനും അമ്മയും അനുജനും കുടുംബവുമായിട്ട് കുട്ടിക്കാലത്തൊക്കെ യാത്ര പോയ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നു? യാത്രകൾ വളരെ വളരെ കുറവായിരുന്നു കേട്ടോ. ഞങ്ങളെ അച്ഛൻ MP ആയിരിക്കുന്ന സമയത്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് ഒരു തവണയാണ്. ഇവിടെ നിന്ന് മീറ്റർ ഗേജ് തീവണ്ടിയിൽ കയറി അന്നത്തെ മദ്രാസിൽ ഇറങ്ങി, മദ്രാസിൽ നിന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്സിൽ കയറി. വലിയ ചൂടുകാലത്ത് മെയ് മാസത്തിൽ എയർ കണ്ടീഷൻഡ് കോച്ചൊന്നും അന്നില്ല തീവണ്ടിക്ക്. വലിയ ഐസ് കട്ട, ഈ മത്സ്യത്തിനൊക്കെ ഇടുന്നതിന് വേണ്ടി വാങ്ങി വെക്കുന്നത് പോലുള്ള വലിയ ഐസ് കട്ട വാങ്ങിച്ച് അതിനെ ഈ ബോഗിക്കകത്ത് കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് അതാണ് ആ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ മുറി തണുപ്പിക്കാനായി ഉപയോഗിച്ചത്. മുന്തിരിങ്ങയും ഓറഞ്ചും എല്ലാം വാങ്ങിച്ചിട്ട് ഇതിലിട്ടേക്കും തണുപ്പിച്ച് കിട്ടാൻ വേണ്ടി. ഈ തീവണ്ടിയിൽ ഡൽഹി വരെ പോയി. കൊടും ചൂടാണ്. പക്ഷേ ആ സമയത്ത് പോയി ആഗ്രയിൽ താജ്മഹൽ കണ്ടു. 3-4 ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. തിരിച്ച് തീവണ്ടി മാർഗം തിരുവനന്തപുരത്ത് വന്നു. ഇതാണ് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയ ഏറ്റവും വലിയ യാത്ര. ഈ കുട്ടിക്കാലത്ത് ലാളിക്കുകയും അത്തരം അച്ഛൻ ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുട്ടികളെ ഏറെ ലാളിക്കുകയും കഥ പറയുകയും പൊട്ടിച്ചിരിക്കുകയും അവരോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്തൊരു അച്ഛനായിട്ട് ഉണ്ടോ ശ്രീ അനിരുദ്ധനെ എപ്പോഴെങ്കിലും? സമയം കിട്ടണ്ടേ? അച്ഛൻ ഞങ്ങളുടേത് മാത്രമല്ലല്ലോ. ഞങ്ങൾക്ക് അച്ഛനാണ്, ശരിയാണ്. ഞങ്ങൾക്ക് അച്ഛനാണ് എന്നുള്ളതിനേക്കാൾ കൂടുതലായി അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, CPIM-ൻ്റെ നേതാവാണ്, ട്രേഡ് യൂണിയൻ നേതാവാണ്. തിരുവനന്തപുരത്ത് അക്കാലത്ത് ഇന്നത്തേത് പോലല്ല, പഴയ കോളനികൾ എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിലെ കോളനികൾ ഉത്തരേന്ത്യയിലുള്ള ഗല്ലികളേക്കാൾ എത്രയോ മെച്ചമാണ്. അവർ വിശ്വസിക്കില്ല നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ. ഒരുപാട് ഇനിയും വികസിക്കാനുണ്ട്, ഒരുപാട് പോരായ്മകൾ ഇനിയും ഉണ്ട്, മെച്ചപ്പെടാനുണ്ട്. പക്ഷേ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കോളനികളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പലരും ചെല്ലില്ല, വെള്ളമില്ല, വൈദ്യുതി ഇല്ല, കയറി കിടക്കാൻ മുകളിൽ ശൂന്യാകാശമാണ്, താഴെ ഭൂമിയാണ്, ഒരു പായ വിരിച്ച് കിടക്കാൻ ചെളിയും മാലിന്യങ്ങളും മാത്രമേ ഉള്ളൂ. കോരിക്കളഞ്ഞിട്ടുള്ള മാലിന്യങ്ങളും നൈറ്റ് സോയിലിൻ്റെയും ഇടയിൽ വേണം ഇവർ പലരും കഴിയാനായി. എങ്ങനെ ജീവിക്കും? അവരുടെ മക്കൾക്ക് സ്കൂളിൽ പ്രവേശനമില്ല. ഇങ്ങനെ ഒരു കാലത്ത് തിരുവനന്തപുരത്ത് അന്നത്തെ ചെങ്കൽച്ചൂള, ഇന്നത്തെ രാജാജി നഗർ, ഇന്നത്തെ പൗണ്ട് കോളനി, പഴയ പൗണ്ട് കുളം, ഇന്നത്തെ NS ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, പഴയ കരിമഠം, ശിങ്കാരത്തോപ്പ്, ഈ പറയുന്ന പല സ്ഥലങ്ങളിലുമുള്ള കോളനികളിലുള്ള വളരെ പാവപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ച് അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി, അവർക്ക് കിടക്കാനുള്ള കിടപ്പാടം, അവരെ കുടിയൊഴിപ്പിക്കരുത് എന്നുള്ള മുദ്രാവാക്യം. പോലീസുകാർ എന്ത് വന്നാലും പിടിച്ചുകൊണ്ട് പോകുന്ന ഈ പാവങ്ങളെയാണ്. ആരെന്ത് ചെയ്താലും ഇവരെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ആദ്യമേ തല്ലാണ്, പിടിച്ച പാടെ തല്ലാണ്, വാനിനകത്ത് തല്ലാണ്, ലോക്കപ്പിൽ ചെന്നാൽ തല്ലാണ്. ഏത് കേസും ഇവരുടെ മേൽ ചാർജ് ചെയ്യും. ഏത് വക്കീലാണ് ഇവർക്ക് വേണ്ടി പോകാനായി? വക്കീലിന് ഫീസ് കൊടുക്കാനൊന്നും ഈ പാവങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് വേണ്ടി ഇടപെടാനായി ഇത്തരത്തിൽ കുറേ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നും ഇവരുടേതായ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ കുട്ടികൾ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിൽ മുമ്പിൽ മുഴുവൻ ആളാണ്. വരുന്ന ആളുകൾ, അധികം ആളുകളും വരുന്നത് ഇത്തരത്തിലുള്ള പോലീസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ചിലപ്പോൾ ആശുപത്രി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സഖാവ് ഒന്ന് ഇടപെടണം, വിളിച്ചു പറയണം, വിളിച്ചു പറഞ്ഞാൽ ഡോക്ടർ ഒന്ന് നോക്കൂ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾക്ക് അച്ഛനാണെന്ന് പറയുമ്പോൾ തന്നെ സഖാവ് അനിരുദ്ധൻ പൊതുജനങ്ങളുടേതാണ്. കാരണം അദ്ദേഹത്തെ, ആ മനുഷ്യനെ പൊതുപ്രവർത്തകനാക്കി വളർത്തിക്കൊണ്ടുവന്നത്, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇദ്ദേഹത്തെ ഒരു നേതാവായി വളർത്തിക്കൊണ്ടുവന്നത്, ചിത്രീകരിച്ചത്, നിലനിർത്തിയത് ഒക്കെ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. ഞങ്ങളല്ല, ഞങ്ങളുടെ വീട്ടുകാരല്ല. ആ മനുഷ്യൻ ഈ സമൂഹത്തിൻ്റെതാണ്, ഈ പാർട്ടിയുടേതാണ്. അച്ഛൻ എന്താണ് താങ്കളെ വിളിക്കുന്നത്, സാധാരണ വിളിക്കുന്നത്? ചുരുക്കി ഈ അമ്മാവന്മാരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് അമ്മാവന്മാരോടാണ്. എന്തെങ്കിലും വേണം, ഒരു ഐസ്ക്രീം വേണമെങ്കിൽ അമ്മ നോ പറയുമ്പോഴും രഹസ്യമായി വാങ്ങിത്തരാറുള്ളത് അമ്മാവന്മാരായിരിക്കും. ചിലപ്പോൾ കുട്ടിക്കാലമാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ നൂഡിൽസിൻ്റെയും ചില്ലി ചിക്കൻ്റെയൊക്കെ കാലമാണല്ലോ. ഒരു മസാല ദോശ എത്രയോ മാസം കൂടുമ്പോഴുള്ളൊരു കൊതിയായിരിക്കും. ഒരു മസാല ദോശ അത് വാങ്ങിത്തരാൻ പലപ്പോഴും അമ്മാവന്മാരായിരിക്കും താല്പര്യം കാണിക്കുക. അപ്പോൾ അങ്ങനെ അമ്മാവൻ സമ്പത്ത് എന്നുള്ള പേരിനെ ചുരുക്കി സംഭു എന്നാക്കി വിളിക്കാൻ എളുപ്പത്തിന്, സംഭുവേ എന്നുള്ള വിളി, അദ്ദേഹമാണ് അങ്ങനെ വിളിച്ചത്. അച്ഛനും പലപ്പോഴും സ്നേഹം വരുമ്പോൾ വിളിക്കാറുള്ളത് സംഭുവേ എന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് എടാ എന്നാണ്. ആ എടാ എന്നുള്ള വിളിയാണ് മനസ്സിലെപ്പോഴും. അദ്ദേഹം കുട്ടിക്കാലത്ത് നല്ല അടി തന്നിട്ടുണ്ടോ അച്ഛൻ? ഒരിക്കൽ. അത് പത്രം ഇങ്ങനെ വലിച്ചു കീറി കളിച്ചതിനാണ്. എങ്ങനെയാണ് ഞാനത് ചെയ്യാനിടയായെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടെന്നും അറിയില്ല. അച്ഛൻ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷവും പേപ്പർ കീറി, കടലാസ് ഇങ്ങനെ വലിച്ചു കീറി. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കീറിയതിന് അച്ഛൻ ഒരു ചൂരിൽ കൊണ്ട് ഒരു തവണ അടിച്ചു. ചാച്ച ഇനി അടിക്കല്ലേ, ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അങ്ങനെ പേപ്പർ കീറി കളിച്ചിട്ടില്ല.
അദ്ദേഹത്തെ പൊതുവെ ഒരു കരുത്തനായ നേതാവാണ്. അങ്ങനെ പെട്ടെന്ന് ചിരിക്കാത്ത ഒരാൾ, എന്തിനു നേരെയും പാഞ്ഞു ചെല്ലുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത്തരം ഒരു സ്വഭാവം കാരണം കുട്ടിക്കാലത്ത് താങ്കൾ ഭയപ്പെട്ടിരുന്നു ഒരിക്കലെങ്കിലും അച്ഛനെ? ഇല്ല, ഞാൻ അച്ഛനെ ഭയപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ, എൻ്റെ അനുജൻ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയോട് പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യമായി അച്ഛനോടാണ് രഹസ്യമായി പോയി പറയാറ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. തിരിച്ചു വന്നിട്ടുണ്ട്? ഇല്ല, അങ്ങനെയല്ല. കാരണം നമ്മളിപ്പോൾ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നു, ഒന്നിലേറെ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടേതായ അഭിപ്രായങ്ങൾ, പറയുന്ന അഭിപ്രായം, അത് ആ അഭിപ്രായം പറയുന്നതിന് ചില കാരണങ്ങൾ കാണുമല്ലോ. അപ്പം ഞാൻ കാണുന്നത് താങ്കളുടെ മുൻവശം, അപ്പോൾ താങ്കളുടെ പിൻവശം എനിക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. ഇവിടെ ഇരുന്നിട്ട് എനിക്കെൻ്റെ പിൻവശം കാണാൻ കഴിയില്ലല്ലോ. എൻ്റെ പിൻവശത്തെക്കുറിച്ച് താങ്കൾക്ക് മാത്രമല്ലേ കാണാൻ കഴിയുള്ളൂ. സ്വാഭാവികമായി അങ്ങനെയാണല്ലോ. പല അഭിപ്രായങ്ങൾ പല ആളുകൾ പറയുമ്പോൾ അവർ പറയുന്ന അഭിപ്രായത്തിലും സാങ്കത്യം ഉണ്ടാവാം, ശരിയുണ്ടാവാം. നമ്മളത് എത്ര സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ്. ആ അഭിപ്രായങ്ങളെ നമ്മൾ ആദരിക്കണം. അത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ അഭിപ്രായങ്ങളെയും നാം ആദരിക്കണം. വളരെ സന്തോഷമുണ്ട്. കാര്യം ഒരു കഴിഞ്ഞ കാലത്തിലേക്കുള്ളൊരു സഞ്ചാരം കൂടിയാണ് താങ്കളുടെ പിതാവിനെ കുറിച്ചുള്ള വർത്തമാനം. അതുകൊണ്ട് വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.